ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചായിരുന്നു, ഒരാളെ മറക്കാൻ പറ്റുന്നില്ല. 24 മണിക്കൂറും അയാളെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. ഇതെന്താ ചെയ്യാ? ഇത് കാരണം പഠിക്കാൻ പറ്റുന്നില്ല, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. ഈ മറക്കാൻ പറ്റാത്ത ആൾ എങ്ങനെയുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. ഐ മീൻ ലവറോ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഇമോഷണൽ ഡിറ്റോക്സ് പ്ലാൻ പറഞ്ഞുതരാം. ഒരു 10 ദിവസത്തേക്കുള്ള. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി നിങ്ങളുടെ ശരീരം അത് ഏറ്റെടുക്കും. ആ രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കും. 4 മാസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാളെ മറന്നു പോയിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അയാളുടെ ഓർമ്മകൾ 24 മണിക്കൂർ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അയാളുടെ ഫ്രീക്വൻസിയിൽ ഒരുപാട് കാലം ജീവിച്ച് പോയി. അയാളുടെ ചിന്തകളിലൂടെയും അയാളുടെ സംസാരത്തിലൂടെയും അയാളുടെ പ്രവൃത്തികളിലൂടെയും നിങ്ങൾ എന്തൊക്കെയോ കണ്ട് പഠിച്ചു. നിങ്ങൾക്ക് അതൊക്കെ ഒരു രസമുള്ള കാര്യമായിരുന്നു ആ സമയത്ത്. പക്ഷേ ശരിക്കും നിങ്ങളതാണോ? അയാൾക്ക് ഇത്രയേറെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ അയാളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ പോയ കാര്യങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കും. അയാൾ തീരുമാനങ്ങളൊക്കെ സൂപ്പർ സ്പോട്ടിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ, നിങ്ങളും അതുപോലെ തന്നെയായിരിക്കും. അയാൾ അത്യാവശ്യം ഒരു പൈസ ഉള്ള റിച്ച് ലൈഫ് കൊണ്ടുപോയ ഒരാളായിരുന്നു വിചാരിച്ചോ, നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ആക്ടിവിറ്റികളൊക്കെ അതുപോലെ തന്നെ മാറും. അതായത് നിങ്ങൾക്ക് അർഹപ്പെട്ട ഒരാളായിരുന്നോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ മലയാള അഫർമേഷൻ എന്നുള്ള സ്ട്രേഞ്ചർ പറയുന്ന കാര്യം കറക്റ്റാണ് അല്ലേ? അല്ലേ? നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും ഉപകാരമില്ലാത്ത ഒരാളെ നിങ്ങൾ വല്ലാത്ത രീതിയിലെടുത്ത് തലയിൽ വെച്ചു. ഇപ്പോൾ അയാളുടെ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്. ഇവിടെ അയാളെ മറക്കണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ നിന്ന് പുറത്തേക്ക് വരണം. അതെങ്ങനെ വരാൻ പറ്റുന്നറിയോ? കാര്യം സിമ്പിളാണ്, പക്ഷേ സ്ട്രാറ്റജികളും ഡിസിപ്ലിനും അത്ര സിമ്പിളല്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇയാൾക്ക് നിങ്ങളിലേക്ക് ഇനി ആക്സസ് വരാനുള്ള എല്ലാ റൂട്ടുകളും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നത് മെയിനായിട്ട് കോളുകളിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ്. അവിടെ നിങ്ങൾ ഒരു ഫയർ വാൾ വെച്ചു എന്ന് വിചാരിച്ചോ, ഐ മീൻ അയാൾക്ക് വരാൻ ഒരു സാധ്യത ഇല്ല എന്ന് വിചാരിച്ചോ, പിന്നെ അയാൾ ശ്രമിക്കുക നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് അതും സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചോ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നിങ്ങൾ ആളാകെ മാറിപ്പോയി എന്ന് വിചാരിച്ചോ, അയാൾ ആകെ തളരും, അയാൾ ആകെ ചടയ്ക്കും. അതാണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ. എങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കുക? അതിന് ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ സ്ട്രിക്ട്ലി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 10 days എങ്കിലും നിങ്ങൾ പുതിയൊരാളായിരിക്കണം. ഒന്ന്, ഇൻസ്റ്റയിലും FBയിലും വാട്സപ്പിലും ഒക്കെ അയാളെ ബ്ലോക്ക് ചെയ്യാം. സിംപ്ലി ബ്ലോക്ക് ചെയ്യാം. കൂടുതലൊന്നും ചിന്തിക്കരുത്, ബ്ലോക്ക് ചെയ്യുക. 2, അയാളുടെ കോള് വരുമ്പോൾ എടുക്കാതിരിക്കുക. കോള് വന്നുകൊണ്ടിരിക്കും, കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കോളും ബ്ലോക്ക് ചെയ്യുക. ഒരാൾ വിളിക്കുമ്പോൾ ബിസി എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾ വിളിക്കില്ല. അയാൾ വേറെ നമ്പറിൽ ട്രൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അറിയാത്ത നമ്പറുകൾ വരുമ്പോൾ എടുക്കാതിരിക്കുക. എന്തിനാ? അത് ആവശ്യമുള്ള കോളൊന്നും ആയിരിക്കില്ല. ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അയാൾ ചിലപ്പോൾ വാട്സപ്പിലൂടെയോ ഒരു 5-8 പ്രാവശ്യമോ വിളിക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ അഥവാ അറ്റൻഡ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക, സ്പോട്ടിൽ കട്ട് ചെയ്യാം. അയാളുടെ സൗണ്ട് കേട്ട ഉടനെ കട്ട് ചെയ്യുക, ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടതെന്നറിയോ? ഗട്ട്സാണ്, ബോൾഡ്നെസ് ആണ്. ഇതില്ലാതെ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനാവില്ല സുഹൃത്തെ. പലരുടെയും അടിമയായി പോകും നമ്മൾ. ആവശ്യമില്ലാത്ത ആളുകളെ കൂളായിട്ട് ഇങ്ങനെ വേണം നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ. സോഷ്യൽ മീഡിയ സൈഡിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സൈഡിലും ഇതേപോലെ നിങ്ങൾ കൂളായിട്ട് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങണം. മൈൻഡിൽ അത് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും അയാളെ പോലെ തന്നെ ഒരു ഇറിറ്റേഷനും ഒരു മിസ്സിങ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി ഞാൻ അയാളുടെ ഫ്രീക്വൻസിയിലല്ല, ഞാനൊരു പുതിയ ആളാവാൻ പോവുകയാണ്. എനിക്ക് പുതിയ ഫ്യൂച്ചറുണ്ട്, എനിക്ക് പലതും നിർമ്മിക്കേണ്ടതുണ്ട്. എൻ്റെ തോട്ടുകൾ എങ്ങനെ ആയപ്പോരാ, എൻ്റെ ആക്ടിവിറ്റികൾ എങ്ങനെ ആയപ്പോരാ, എൻ്റെ സംസാരം എങ്ങനെ ആയപ്പോരാ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു പ്ലാനിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ആ പ്ലാന് നിങ്ങളിലേക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നറിയോ? എഴുതി വെച്ച സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളിലൂടെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് എടുത്തിട്ടോ ഒരു പേപ്പർ എടുത്തിട്ടോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്യാനുണ്ടെന്നുള്ളത് പോയിൻ്റ് ആക്കി എഴുതി വയ്ക്കുക. അത് നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്തോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ എപ്പോഴും കയറുന്ന രീതിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വായിച്ചു നോക്കണം. ഇനി പുതിയൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഹാപ്പിനെസ് കൂടുതൽ കിട്ടുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കാൻ തുടങ്ങണം. അത് പലർക്കും പല തരത്തിലാണ് കേട്ടോ. എക്സ്ട്രോവേർട്ടുകൾക്കാണെങ്കിൽ കുറച്ച് പുതിയ കമ്പനികളെ കൂടെ കൂടുക എന്നുള്ളതായിരിക്കും. ഇൻട്രോവേർട്ടുകളാണെങ്കിൽ ചിലപ്പോൾ അതൊന്ന് ഒറ്റയ്ക്ക് ബീച്ചിൽ പോയിരുന്നാൽ അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് അവർക്ക് കിട്ടും. നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആം ഐ കറക്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന പോലുള്ള ഒരു 10 ദിവസം നിങ്ങൾ നിർമ്മിച്ചെടുക്കണം.
അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു റൂട്ടുണ്ട്. രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, ഇങ്ങനെ കിടന്നുറങ്ങുന്നു, അത് മൊത്തം ഒന്ന് തകിടം മറിയണം. ടോട്ടലി ഒരു പുതിയ ഒരാളാകുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചേഞ്ച് ആക്കണം. നിങ്ങൾ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 5:30-ോ 6 മണിക്കോ ഒന്ന് എഴുന്നേറ്റ് നോക്കുക. അയാളെ പറ്റി ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, പുതിയ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്പോർട്സ് ആക്ടിവിറ്റികളും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷട്ടിൽ ബാറ്റെങ്കിലും വാങ്ങിയിട്ട് വീട്ടിലുള്ള ആരുടെയെങ്കിലും കൂടെ ഒരു ഈവനിങ്ങിലൊക്കെ ഒന്ന് കളിക്കാൻ തുടങ്ങുക. എവിടേക്കെങ്കിലൊക്കെ യാത്രകൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുക. കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ അയാളെ മൊത്തത്തിൽ മറക്കാൻ വേണ്ടി പുതിയൊരാളെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട്, പുതിയൊരാളുടെ ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ, പുതിയൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ പുതിയൊരു നല്ല ആളെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വരാൻ അത് സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. പക്ഷേ അതും ഒരു നാർസിസിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്ത പോലുള്ള പ്രശ്നങ്ങളുള്ള ഒരാളോ ആയിരിക്കരുത്. ലൈഫ് എന്താണെന്ന് പഠിക്കാനുള്ള ചില അടികളൊക്കെ ലൈഫിൽ വരുന്നത് നല്ലതാണ്, അങ്ങനെ കാണുക. ഇനിയിപ്പോൾ പുതിയൊരാളെ വേണ്ടാന്നാണെങ്കിൽ 24 hour നിങ്ങൾ ബിസി ആവുന്ന കാര്യങ്ങളിലേക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഇറക്കിയിട്ട് അവിടെ ഒരു വിജയം കാണിക്കുക. ടോട്ടലി നിങ്ങളുടെ ലുക്കിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ വാല്യൂയിലൊക്കെ ഒരു വലിയൊരു സ്റ്റാൻഡേർഡ് റേസിങ് നടത്തിയതിന് ശേഷം അയാൾക്ക് നിങ്ങളെ ഒരിക്കലും ടച്ച് ചെയ്യാനോ മീറ്റ് ചെയ്യാനോ പറ്റാത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. നിങ്ങളെ തന്നെ വളർത്തുക. അതായിരിക്കും ഏറ്റവും വലിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിവെഞ്ച് എന്ന് പറഞ്ഞാൽ. ലൈഫിൽ ഇങ്ങനത്തെ റിവെഞ്ചുകളൊക്കെ ഉണ്ടെങ്കിലേ അതൊരു സുഖം, അതൊക്കെ വേണമെന്നേ ഞാൻ പറയും. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ 24 മണിക്കൂർ ഒരേപോലെ ഇങ്ങനെ ജീവിച്ച് പോയിട്ടെന്താ? നമ്മൾ പുതിയ ചേഞ്ചുകൾ ആക്സെപ്റ്റ് ചെയ്യുക, വേണ്ടതൊക്കെ നേടുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ഹാബിറ്റുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും. പുതിയ പുസ്തക വായനകൾ, രാവിലെയുള്ള നടത്തം, പിന്നെ എഴുന്നേറ്റ ഉടനെ ഫോൺ ചെക്ക് ചെയ്യാതിരിക്കുക. ഈ ഫോണിനൊന്നും ഓവർ വില കൊടുക്കരുത് സുഹൃത്തെ. സത്യം പറയട്ടെ, അത്യാവശ്യം ലൈഫിൽ വേണ്ടതൊക്കെ നേടുന്ന ആളുകളൊന്നും 24 മണിക്കൂർ ഫോണും കൊണ്ട് ബിസിയായിട്ട് നടക്കുന്ന ആളുകളല്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 CR ഒരു കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയെ എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി, അയാളുടെ ദിവസം എത്രത്തോളം ബിസി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പുതിയൊരാളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ നിങ്ങൾ പോവുക, അതാണ് നിങ്ങളുടെ പുതിയ ഡ്യൂട്ടി. താങ്ക് യു.